മോഹിനി ഏകാദശി വ്രതകഥയുടെ രണ്ടാം ഭാഗമാണ് ഇത്. നമ്മൾ ഒന്നാം ഭാഗത്തിൽ ധനപാലൻ എന്ന വ്യാപാരിയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒത്തിരി ആശ്രമങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാവുന്നത്ര നന്മകൾ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് 5 ആൺമക്കളായിരുന്നു. അതിൽ അവസാനത്തെ പുത്രനായ ദൃഷ്ടബുദ്ധി മാത്രം അബദ്ധ സഞ്ചാരത്തിലൂടെയാണ് ജീവിച്ചു പോന്നിരുന്നത്. സ്ഥിരമായി വേശ്യാഗൃഹങ്ങൾ സന്ദർശിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു വേശ്യാസ്ത്രീയെ കടന്നു പിടിക്കുന്നത് നാട്ടുകാർ കാണുവാനിടയായി. നാട്ടുകാരെ ഭയന്നും നാണക്കേട് സഹിക്കാൻ വയ്യാതെയും ധനപാലൻ ഈ ഇളയ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ യാതൊരു മാർഗവുമില്ലാതെ സഞ്ചരിച്ച് അദ്ദേഹം ഒരു ദിവസം കൗടില്യ മഹർഷിയെ കാണുകയും മഹർഷിയുടെ ഉപദേശപ്രകാരം പാപമോചനത്തിനായി മോഹിനി ഏകാദശി വ്രതം വൈശാഖ മാസത്തിൽ നോക്കുകയും ചെയ്തു. അപ്രകാരം സർവ്വപാപങ്ങളിൽ നിന്ന് ഇദ്ദേഹം മുക്തി നേടി. അതുകൊണ്ട് പാപമോചനത്തിന് ഈ ഏകാദശി വ്രതം നോക്കുന്നത് അത്യുത്തമമാണ്. മാത്രമല്ല എല്ലാ അഭീഷ്ടസിദ്ധിക്കും ഇത് നല്ലതാണ്.